ഞങ്ങൾ ഇന്നലെ മൂന്നാറിൽ പോയ വീഡിയോ ഇട്ടിരുന്നു. അത് നിങ്ങൾ കണ്ടോ കൂട്ടുകാരെ? അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ വീഡിയോ മറക്കാതെ കാണണേ കൂട്ടുകാരെ. അങ്ങനെ മൂന്നാറ് ടൗണിൽ തന്നെ റൂം എടുത്തു. കുളിച്ച് ഫ്രഷ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചിക്ക് ടൂറിസ്റ്റ് മതിയെന്ന്. അപ്പം ഞാനും ഉമ്മച്ചിക്ക് കമ്പനി കൊടുത്തു. എനിക്ക് ടൂറിസ്റ്റ് മതി ഞാനും പറഞ്ഞു. അപ്പം തന്തൂരി ചിക്കനാണ് കഴിച്ചത്. ഞാനും അതോടെ തന്തൂരി ചിക്കൻ കഴിക്കാൻ കൂടിയിട്ടോ. അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മളെ നാട്ടിലത്തെ ചിക്കൻ രസമൊന്നുമില്ല. ഈ സൈഡിലൊക്കെ എങ്ങോട്ടാ പോവാ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ പാർക്കൊക്കെ പോയാലോന്ന്. അപ്പം സൈഡിലൊക്കെ പറഞ്ഞു ഇവിടെ ഒരു ഫ്ലൈറ്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ വിചാരിച്ചു. ഇപ്പൊ ഞാനൊരു പാട്ട് പാടുന്ന വീഡിയോ കണ്ടില്ലേ? ഫേസ്ബുക്ക് കാണാൻ പോയപ്പോൾ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പാട്ട് പാടിയതാണിത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഫ്ലവർ ഷോ കാണാൻ പോയി. എന്ത് രസമാണെന്നറിയോ? അതിൻ്റെ ഉള്ളില് എത്രങ്ങാനും പൂക്കളായിരിക്കുന്നോ. കാണാത്ത പൂക്കളും ഞങ്ങൾക്ക് കണ്ടു. പിന്നെ അവിടെ DJ ഉണ്ടായിരുന്നു. കുറേ നേരം ഡാൻസ് കളിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായി. ഫ്ലവർ ഷോ മാത്രം ഉണ്ടായിരുന്നു, ലൈറ്റ് ഷോയും ഉണ്ടായിരുന്നു. ലൈറ്റും കണ്ടിട്ടില്ല. ലൈറ്റ് ഷോന്റെ ആർട്ട് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടി ഓടി കളിച്ചു. എനിക്ക് എന്ത് ഇഷ്ടമായിന്നറിയോ? ലൈറ്റ് ഷോയും ഫ്ലവർ ഷോയും ആകെ കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് അത് കാണാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് റൂമിലേക്ക് തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ ഞാനും മച്ചി അബി ചായ കുടിക്കാൻ ഇറങ്ങി. മസാല ദോശയും ചായ കുടിച്ചത്. അതിൻ്റെ അപ്പം ഞങ്ങൾക്ക് വടിയും കിട്ടി. ചായ കുടി കഴിഞ്ഞ് അവിടെ ചുറ്റി കറങ്ങി കണ്ടു. എന്ത് തണുപ്പായിരുന്നു അവിടെയെന്നറിയോ? പിന്നെ ഞങ്ങള് നേരെ പോയത് വ്യൂ പോയിന്റ് കാണാൻ. അതിൻ്റെ മുകളിൽ കുറേ കാഴ്ചകൾ കണ്ടു. അവിടെ ഫുൾ മഞ്ഞ് മൂടിക്കിടക്കായിരുന്നു. അവിടെ നേരെ പോയത് കുണ്ടനാമക്കാണ്. കുണ്ടനാമിനെ കുറച്ച് അറിയാമോ കൂട്ടുകാരെ? കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ദേവികുളം പഞ്ചായത്തിലാണ് കുണ്ടനാമ ഉള്ളത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് കുണ്ടള ഡാം. ഈ ഡാമിൽ നിന്നും കരണ്ട് ഉണ്ടാക്കുന്നുണ്ട് കൂട്ടുകാരെ. കരണ്ട് ഉണ്ടാക്കുന്നു ഏത് വഴിയിലൊക്കെയെന്ന് അറിയോ കൂട്ടുകാരെ? എൻ്റെ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. കാറ്റിൽ നിന്നും കരണ്ട് ഉണ്ടാക്കും, പിന്നെ വെള്ളത്തിൽ നിന്ന് കരണ്ട് ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ നേരെ പോയത് എക്കോ പോയിന്റിലേക്കാണ്. എക്കോ പോയിന്റ് ആദ്യം വിളിച്ചത് എൻ്റെ അമ്മച്ചിനെയാണ്. ഞാൻ വിളിച്ചു വെച്ചാൽ തിരിച്ചെന്നെ കേട്ടു. എക്കോ പോയിന്റ് ഞങ്ങൾ വീട്ടിലേക്കാ പോയത്. രാത്രി 11 മണിക്ക് ഞങ്ങൾ വീട്ടിലെത്തി. എൻ്റെ മൂന്നാർ വീഡിയോ ഇഷ്ടപ്പെട്ടോൾ കൂട്ടുകാരെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.